ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ വിഷപായസം അകത്ത് നിന്ന കരുണയുടെ അവസ്ഥ വളരെ ക്രിട്ടിക്കലായിട്ട് തന്നെ തുടരുന്നു. മുത്തശ്ശിയെയും പ്രതാപനെയും സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു, വിളക്കാൻ തേച്ചത് പാണ്ടായി എന്നെല്ലാം പറയേണ്ടി വരും. അതായത് മഹാലക്ഷ്മിയെ ഐസിയുവിൽ കിടത്താൻ നോക്കി അവളുടെ മരണം കണ്ട് സന്തോഷിക്കാൻ നോക്കിയതിന് ദൈവം തക്ക നല്ലൊരു തിരിച്ചടി തന്നെയാണ്, അവർ ജീവിതത്തിൽ മറക്കാത്തൊരു തിരിച്ചടി തന്നെയാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ പ്രതാപനും മുത്തശ്ശിയും ഉണ്ണിക്കുവാണെങ്കിൽ ഇതിനകം തന്നെ അവർ പരസ്പരം പഴിചാരാൻ തുടങ്ങുകയാണ്. ഞാൻ എന്നേ പറഞ്ഞത് ഇതൊന്നും വേണ്ടാന്ന്, ഇപ്പം എന്താ ഉണ്ടായത്, എനിക്ക് എൻ്റെ കുഞ്ഞിനെ നഷ്ടമായി, നിങ്ങൾ രണ്ടുപേരുമാണ് കരുണയുടെ മനസ്സിൽ ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണെന്ന് വരുത്തി തീർത്ത് അവൾക്ക് മുന്നിൽ എന്നെ കൊച്ചാക്കാനായിട്ട് പലതും പറഞ്ഞു കൊടുത്തത് എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണിയും മുത്തശ്ശിക്കും പ്രതാപനെയും ഇങ്ങനെ കുറ്റപ്പെടുത്തുമ്പോൾ, അതേടാ നിനക്ക് കഴിവുണ്ടായിരുന്നെങ്കിൽ എൻ്റെ കുഞ്ഞ് രാജകുമാരിയെ പോലെ കമലേശ്വരത്ത് കഴിഞ്ഞേനെ. നിങ്ങൾ ആണുങ്ങളുണ്ടായിട്ടും ഞങ്ങൾ പെണ്ണുങ്ങൾ വേണ്ടി വന്നു അവളെ ഇല്ലാതാക്കാൻ. നീ എന്താ പറഞ്ഞത്, കമലേശ്വരത്തെ സ്വത്ത് മുഴുവൻ നിൻ്റെയാണെന്ന് കരുതിയിട്ടല്ലേ ഞങ്ങളുടെ മോളെ നിനക്ക് കല്യാണം കഴിച്ച് തന്നത്. അതുകൊണ്ടല്ലേടാ എൻ്റെ മോൾക്ക് ഇപ്പോൾ ഇങ്ങനെ കിടക്കേണ്ടി വന്നതെന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശി ഉണ്ണിയെ കുറ്റപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഉണ്ണിക്കാണെങ്കിൽ സ്വന്തം കുഞ്ഞിനെ വരെ നഷ്ടപ്പെട്ടു, ഇനി കരുണയ്ക്ക് ഒരു അമ്മയാകാൻ കഴിയുമോ എന്നുള്ളൊരു കാര്യം പോലും സംശയമാണ് എന്നോർത്ത് വല്ലാതെ സങ്കടപ്പെടുന്നു. അങ്ങനെ ഉണ്ണി കരുതുന്നത് പോലെ തന്നെയാണ് സംഭവിക്കുന്നത്. കരുണ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നുണ്ടെങ്കിലും ആ കുട്ടിക്ക് ഇനി ഒരിക്കലും അമ്മയാകാൻ കഴിയില്ല എന്നുള്ളൊരു നടുക്കുന്ന സത്യം ഡോക്ടർ അറിയിക്കുന്നുണ്ട്. കാരണം ആ വിഷം ആ കുട്ടിയുടെ കിഡ്നിയെയും ലിവറിനെയും മാത്രമല്ല ഗർഭപാത്രത്തെയും അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഒരിക്കലും ഒരു കുഞ്ഞിനെ താലോലിക്കാൻ ആ കുട്ടിക്ക് കഴിയില്ല എന്ന് പറയുമ്പോൾ അത് കേട്ട് ഷോക്കാവുന്നുണ്ട് ഉണ്ണിക്കും പ്രതാപനും മുത്തശ്ശിക്കും. അങ്ങനെ തിരിച്ചടികൾക്ക് മീതെ തിരിച്ചടികൾ അങ്ങനെ ഒന്നൊന്നായിട്ട് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നും വേണ്ടായിരുന്നു, ഞാൻ അന്നേ കരുണയോട് പറഞ്ഞതാണ് അവർക്കെതിരെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് സൂക്ഷിച്ച് വേണമെന്ന് എന്നെല്ലാം ഉണ്ണി വീണ്ടും വിങ്ങി പൊട്ടിക്കൊണ്ട് പറയുമ്പോൾ, ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ആരെങ്കിലും കരുതിയതാണോ ഉണ്ണിമോനെ? എന്തായാലും നമുക്ക് മോളെ ജീവനോടെ കിട്ടിയല്ലോ എന്നെല്ലാം പ്രതാപം പറയുമ്പോൾ, അതുകൊണ്ട് എനിക്ക് എന്താ പ്രയോജനം, എൻ്റെ കുഞ്ഞു പോലും നഷ്ടപ്പെട്ടു, ഇനി കരുണയ്ക്ക് ഒരമ്മയാകാനും കഴിയില്ല, എൻ്റെ ലൈഫ് തന്നെ സ്പോയിലായി എന്ന് പറഞ്ഞുകൊണ്ട് പ്രതാപനും മുത്തശ്ശിക്കും നേരെ പൊട്ടിത്തെറിക്കുന്നുണ്ട് ഉണ്ണി. പിന്നീട് കുറച്ച് നാളുകൾക്ക് ശേഷം കരുണയെ ഡിസ്ചാർജ് ചെയ്ത് കമലേശ്വരത്തേക്ക് കൊണ്ടുവരുന്നു. സ്വന്തം കുഞ്ഞ് നഷ്ടമായി. ആ ഷോക്കിൽ നിന്നും കരുണ ഇതുവരെ റിക്കവർ ആയിട്ടില്ല. അതുമാത്രമല്ല സ്വന്തം ചേച്ചിയുടെ മുന്നിൽ ജയിച്ചു നിൽക്കാനും കുത്തി നോവിക്കാനും ഒക്കെയുള്ള ഒരു ആയുധമായിരുന്നു കരുണയ്ക്ക് ആ കുഞ്ഞ്. ഒരായുധം കൊണ്ട് നടക്കുന്നത് പോലെയായിരുന്നു ആ കുഞ്ഞ് കരുണയെ സംബന്ധിച്ച്. അല്ലാതെ ഇത്ര ചെറുപ്രായത്തിൽ ഒരമ്മയാകാനൊന്നും കരുണ ആഗ്രഹിച്ചിരുന്നില്ല. അങ്ങനെ സ്വന്തം കുഞ്ഞ് പോയി എന്ന് മാത്രമല്ല ഇനി തനിക്ക് ഒരമ്മയാകാനും കഴിയില്ല എന്നുള്ളൊരു ഞെട്ടിക്കുന്ന സത്യം വല്ലാതെ തന്നെ വിഷമിപ്പിക്കുന്നുണ്ട് കരുണയെ. ഇനി കണ്ണനെങ്ങാനും നടന്നു തുടങ്ങിക്കഴിഞ്ഞാൽ, ലക്ഷ്മിക്കും കണ്ണനും കുഞ്ഞ് ജനിച്ചാൽ അവരാ കുഞ്ഞിനെ ലാളിക്കുന്നതും കാണേണ്ടി വരും. അങ്ങനെ എല്ലാം ഓർത്തിട്ട് ഭ്രാന്ത് പിടിക്കുന്ന ഒരവസ്ഥയിലെത്തി പോകുന്നുണ്ട് കരുണ. ഇതിനോടകം തന്നെ ഉണ്ണിക്കും കരുണയോടുള്ള ഒരു സമീപനത്തിൽ മാറ്റം വരുന്നുണ്ട്. കാരണം പണ്ടത്തെ ഒരു ഇഷ്ടമൊന്നും ഉണ്ണി ഇപ്പോൾ കരുണയോട് കാണിക്കുന്നില്ല. നിൻ്റെ ദുർവാശിയും അഹങ്കാരവുമാണ് കരുണ ഇതിനെല്ലാം കാരണം എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണി കരുണയെ പലപ്പോഴും കുറ്റപ്പെടുത്തി സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. കുഞ്ഞ് നഷ്ടമായെങ്കിലും കരുണയുടെ അഹങ്കാരത്തിന് കുറവൊന്നും വരുന്നില്ല. അവസരം കിട്ടുമ്പോഴെല്ലാം ഉണ്ണിയെ കുത്തി നോവിക്കാൻ തന്നെയാണ് കരുണ ശ്രമിക്കുന്നത്. ഉണ്ണിയേട്ടന് കഴിവുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു വിധി ഉണ്ടാകുമായിരുന്നില്ല. ഉണ്ണിയേട്ടൻ ഒരു കഴിവ് കെട്ടവനാണെന്ന് എൻ്റെ അച്ഛനും മുത്തശ്ശിയും പറയുന്നത് വെറുതെയൊന്നുമല്ല. ഇനി അയാളുടെ നട്ടെല്ലിൻ്റെ തളർച്ച മാറിക്കഴിഞ്ഞാൽ അയാൾ അവളുടെ കൈയും പിടിച്ച് നടക്കുന്നതൊക്കെ നമ്മൾ കാണേണ്ടി വരും. പണ്ടേ അയാൾക്കും അവൾക്കും എതിരെ ഉണ്ണിയേട്ടനും ആ മേക്കേട്ടനും കൂടി ചെയ്തതെല്ലാം വിജയിച്ചിരുന്നുവെങ്കിൽ എനിക്ക് മുത്തശ്ശിക്കും ഇതിലേക്കൊന്നും ഇറങ്ങിത്തിരിക്കേണ്ടി വരുമായിരുന്നില്ല. അങ്ങനെ നോക്കുമ്പോൾ ഉണ്ണിയേട്ടൻ കാരണം തന്നെയാണ് എനിക്ക് എൻ്റെ കുഞ്ഞിനെ നഷ്ടമായത് എന്ന് കരുണ പറയുമ്പോൾ, ഇനിയും നീ എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നതൊന്നും എനിക്ക് കേട്ട് നിൽക്കേണ്ട ആവശ്യമില്ല കരുണേ. കാരണം ഇപ്പോൾ എൻ്റെ ഔദാര്യത്തിൽ തന്നെയാണ് നീ കഴിയുന്നത്. കാരണം ഒരമ്മയാകാനൊന്നും ത്രാണിയില്ല എന്നുള്ള സത്യം നീ മനസ്സിലാക്കണം കരുണേ. ഒരമ്മയാകാൻ കഴിവില്ലാത്തവളെ എൻ്റെ ജീവിതത്തിൽ നിന്ന് തന്നെ ഒഴിവാക്കാനും ഞാൻ മടിക്കില്ല എന്ന് ഉണ്ണി പറയുന്നുണ്ട് കേട്ടോ കരുണയോട്. അങ്ങനെ കരുണയുടെ മനസ്സിനെ തകർത്ത് കളയുന്ന സംഭവങ്ങൾ തന്നെയാണ് പിന്നീട് അങ്ങോട്ട് നടക്കുന്നത്. അതായത് കണ്ണൻ്റെ നട്ടെല്ലിൻ്റെ തളർച്ച മാറുകയും കണ്ണൻ പതുക്കെ നടന്നു തുടങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം മഹാലക്ഷ്മി അമ്മയാകുന്നതും ആ കാഴ്ചയും കരുണയ്ക്ക് നോക്കി നിൽക്കേണ്ട അവസ്ഥ തന്നെയാണ് വരുന്നത്. അങ്ങനെ കരുണയുടെ അഹങ്കാരത്തിന് തക്ക തിരിച്ചടി തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന എപ്പിസോഡുകൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്